പുറത്തിറങ്ങി. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ചു വരുന്നവരും കുളിക്കാനായി ബക്കറ്റുമായി ഓടുന്നവരും ഫോൺ വിളിച്ച് വെറുതെ ഉലാത്തുന്നവരുമൊക്കെയായി വരാന്ത സജീവമാണ്. എന്തോ പുറത്തിറങ്ങാൻ തോന്നിയില്ല. അവൾ വാതിലടച്ച് ബെഡിൽ വന്നിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി മുറിയിലേക്ക് കയറി വന്നു. കയ്യിലുണ്ടായിരുന്ന സൈഡ് ബാഗും കവറും ടേബിളിൽ വെച്ച് ബെഡിലിരുന്ന് ചെരുപ്പഴിച്ചുകൊണ്ട് അവൾ അതിഥിയോട് ചോദിച്ചു, "നീയാണല്ലേ എൻ്റെ പുതിയ റൂംമേറ്റ്? അതിഥി എന്നാണല്ലേ പേര്? ഹലോ, എൻ്റെ പേര് സാക്ഷി. ഞാനാണ് നിൻ്റെ താൽക്കാലിക റൂംമേറ്റ്." അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാക്ഷി ഡെറാഡൂൺകാരിയാണ്. 1.5 വർഷത്തോളമായി ഇവിടെ ഒരു കമ്പനിയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. അവളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ്. ഹിന്ദി അറിയാത്തതുകൊണ്ട് ഇനി 2 ആഴ്ച റൂമിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നാലോചിച്ചപ്പോൾ അതിഥിക്ക് ചെറിയ മടുപ്പ് തോന്നി. ഇംഗ്ലീഷിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ പേപ്പർ നിറയെ സാഹിത്യം അടിച്ചുവിടാൻ കഴിയുമെങ്കിലും നേരിട്ടൊരു 10 മിനിറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വിറയലാണ് ഇപ്പോഴും. ഭക്ഷണം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴേക്കും സാക്ഷിയുടെ പുതിയ റൂംമേറ്റിനെ കാണാൻ അപ്പുറത്തെ മുറിയിൽ താമസിക്കുന്ന അവളുടെ സുഹൃത്ത് എത്തിയിരുന്നു. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയാണ് അശ്വിനി. കണ്ടപാടെ രണ്ടുപേരും ഹിന്ദിയിൽ കളിപറച്ചിലും തമാശയുമൊക്കെ ആയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അതിഥി ഫോണെടുത്തു. അവരുടെ സംസാരത്തിനൊപ്പം ചേരാൻ അതിഥിക്കും അവർക്കുമിടയിൽ പൊതുവായ ഒന്നും തന്നെയില്ല. ഇതൊരു വൃത്തികെട്ട അവസ്ഥയാണ്. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷയായെങ്കിൽ നന്നായിരുന്നേനെ എന്നവൾക്ക് തോന്നി. അതെ, നിനക്ക് കന്നഡ അറിയോ? സാക്ഷിയുമായുള്ള സംസാരം നിർത്തി അശ്വിനി അതിഥിയുടെ ബെഡിൽ ഉടമസ്ഥാവകാശം ഉള്ള ഒരാളെപ്പോലെ വന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഹിന്ദിയും കന്നഡയും അറിയില്ലെങ്കിൽ നാളെ ഓഫീസിലെത്താൻ കുറച്ചു കഷ്ടപ്പെടും. നിൻ്റെ ഓഫീസ് ലൊക്കേഷൻ പറയൂ, ഞാൻ വഴി പറഞ്ഞു തരാം. ഇവിടുന്നൊരു ഓട്ടോയും ഊബറോ വിളിച്ചാൽ മതിയെന്ന് അങ്കിൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അതിഥി അശ്വിനിയോട് പറയാൻ ശ്രമിച്ചു. എന്നാൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ നാളെ സുരക്ഷിതമായി ഓഫീസിൽ എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, അശ്വിനി അധികാരസ്വരത്തിൽ പറഞ്ഞു. അവൾക്കെല്ലാം അറിയാം. ഇവിടെ അവൾക്ക് ബന്ധുക്കളുണ്ട്. സഹായിക്കാനുള്ള അശ്വിനിയുടെ ആവേശത്തെ തള്ളിക്കെടുത്തി സാക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ ഊബർ ഉണ്ടല്ലേ? എന്നാലും ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഭാവത്തിൽ അശ്വിനി അതിഥിയുടെ ഫോൺ വാങ്ങി പ്ലേ സ്റ്റോറിൽ കയറി ഊബർ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനിട്ടു. സമയം 10 ആയപ്പോഴേക്കും സാക്ഷി ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു. റൂമിൽ മാത്രമല്ല, ജീവിതത്തിലും അതേ അടുക്കും ചിട്ടയുമാണ് അവൾക്ക്. ബെഡ്ഷീറ്റ് തലവഴി മൂടി ഉറക്കം വരാതെ അവൾ വാട്സപ്പ് തുറന്നു. എന്നത്തെയും പോലെ ഏറ്റവും മുകളിൽ ലയയുടെ മെസ്സേജ് തന്നെയാണ്. ഹലോ അമ്മു, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ? കോളേജുകാലം മുതൽ കൂടെ കൂടിയതാണ് ലയ. നമ്മളെക്കാൾ സകലമാന ഉഡായിപ്പുകളും കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ ക്ലീൻ ചീറ്റുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകും. അതിഥിയുടെ ലൈഫിലെ ആ ഒരു റോളാണ് ലയയ്ക്ക്. കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഒരു നസ്രാണി ചെക്കനെയും കെട്ടി ഇപ്പോൾ ഡൽഹിയിലാണ് പുള്ളിക്കാരി. എനിക്ക് ഇഷ്ടമായില്ല. അതിഥി മറുപടി അയച്ചപ്പോഴേക്കും ബ്ലൂ ടിക്ക് വീണു. അല്ലെങ്കിലും നിനക്ക് എന്താണ് ഇഷ്ടമാവുന്നേ? എന്തിനാണ് അമ്മു എല്ലാത്തിനോടും ഇങ്ങനെ നെഗറ്റീവ് ആവുന്നത്? ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ. പയ്യെ പയ്യെ എല്ലാം ശരിയാവും. നീ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്ത്. ലൈഫ് കുറച്ചുകൂടെ കളറാകും. ശരിയാണ്, എനിക്കും ബോറടിച്ചു. എല്ലാ കാലത്തും നീ തന്നെ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യടാ, അങ്ങനെ എന്നെ റീപ്ലേസ് ചെയ്യാമെന്ന് നീ കരുതണ്ട. യു ആർ സ്റ്റക്ക് വിത്ത് മീ ഫോർ എവർ. നാളെ ഞാൻ മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഡിന്നറിന് പുറത്തു പോകാൻ നിൽക്കുവാണ്. റെസ്റ്റ് വെൽ. ഗുഡ് നൈറ്റ് അമ്മു. ലയ അങ്ങനെയാണ്. നമ്മൾ ഈ പുണ്യാളൻ്റെ ബാക്കിൽ കത്തുന്ന ഒരു ലൈറ്റ് കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്ന് അവളുടെ തലയുടെ പുറകിലുണ്ടെന്ന് അതിഥിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര പോസിറ്റീവാണ് അവൾ എപ്പോഴും. അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് സാക്ഷിയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ അതിഥി കസേര വലിച്ചിട്ട് ടേബിൾ ലാമ്പ് ഓൺ ചെയ്ത് ഡയറി നിവർത്തി. പ്രിയപ്പെട്ട മഹാദേവ്, നിനക്കെഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ഒരൊഴുക്കിൽ അതങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തി. പുതിയ ജോലി, നഗരം, മുഖങ്ങൾ, ഭാഷ. എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാൽ പോലും അവിടെ വേരുറപ്പിച്ച് വളർന്നു വരുമെന്ന് ഉറപ്പാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല. ആൻറ്റിയും ശാലുവും സാക്ഷിയുമൊക്കെയായി ഞാൻ ഇവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി.
രണ്ടാഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു. ജോലിയെക്കുറിച്ച് ചെറിയ ടെൻഷനൊക്കെയുണ്ട്. പിന്നെ എവിടെ പോയാലും വാചകമടിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ ധൈര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത്. ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ 1000 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ നീ പറയാറുള്ളത് പോലെ എൻ്റെ ആവശ്യമില്ലാത്ത 1000 തോന്നലുകളിൽ ഒന്നാകാം. ആദ്യ ദിവസത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായില്ല. ഒരു വൈകുന്നേരം മറ്റാരും കടന്നു വരാത്ത ഒരിടത്ത് നിനക്കൊപ്പം ഇരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട്. നീ എന്നാണ് വരുന്നത്? കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ വെറുതെ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ, അതിഥി.